പെട്ടെന്നൊരു എഗ് പപ്സ് കഴിക്കാൻ പൂതിയായാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ചപ്പ്, പിന്നെ പച്ചമുളക്, ബോയിൽ ചെയ്ത് മാറ്റി വെച്ച എഗ്ഗ്, പിന്നെ തക്കാളി എല്ലാം ഒന്ന് റെഡിയായാൽ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കരിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് വഴന്ന് വന്നാൽ നമ്മൾ തക്കാളി ചേർത്ത് അതൊന്ന് ചെറുങ്ങിനൊന്ന് വഴന്ന് വന്നാൽ മതി. എന്നിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഈ പൗഡേഴ്സ് ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ച ചുവ മാറി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡിയായി. സോ ഇനി ഈ എഗ്ഗ് ഉണ്ടല്ലോ, ഈ എഗ്ഗ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മസാലക്കെല്ലാം എല്ലാം സെറ്റ്. ഇനി നമുക്ക് സമൂസ ഷീറ്റിൽ മേക്ക് ചെയ്തെടുക്കുന്നത് കാരണം നമ്മളിതാ കുറച്ച് മൈദൻ്റെ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അത് ആ ബാറ്റർ നല്ലോണം ലൂസായി പോവാതിരിക്കാൻ നോക്കണേ. ഏതായാലും നമ്മൾ ഈ ഒരു രീതിക്ക് 2 സമൂസ ഷീറ്റ് വേണം നമുക്ക് ഒരു പപ്സ് ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് പ്ലസ് ഷേപ്പിൽ പ്ലസ് എന്നുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്കിൽ നമ്മൾ പശ, അതായത് മൈദടം ആ ഒരു ഉണ്ടാക്കി വെച്ച മിക്സിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാല അതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഗ്ഗ് 2 പാർട്ടാക്കി പറഞ്ഞില്ലേ, അതിൽ ഒരു പാർട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്ക് മടക്കി കൊടുക്കുക. ഓരോ മടക്കിലും പശ തേക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റ് തേച്ചത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അത് വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ ഒരു കൈക്കൽ ഫോണാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ചെയ്ത് കണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വയ്ക്കില്ല. പിന്നെ വേറൊരു സ്പേസും ഇല്ലാത്തതുകൊണ്ട് ഫോൺ വെക്കാനായിട്ട് വേറൊരു സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം നമ്മൾ മടക്കിയെടുക്കുക. എന്നിട്ട് എന്താ എണ്ണ ചൂടാക്കുക, നമ്മൾ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ വല്ല പോരായ്മകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കട്ടെ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കല്ലേ, നല്ല സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴേലും തിന്നാൻ പൂതിയാകുമ്പോൾ മാത്രം ഇങ്ങനെ ഉണ്ടാക്കി മതി. അല്ലെങ്കിലൊക്കെ നമ്മൾ മൈദൊക്കെ കുഴച്ച് നമ്മൾ അതിൽ ഈസ്റ്റൊക്കെ ചേർത്ത് നമ്മൾ ഓവനിലൊക്കെ അങ്ങനെ വെക്കലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എങ്ങനെയായാലും എന്താ അല്ലേ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ടും ഇവിടെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ.